ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡ്രൈവ്. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദ ലോർഡ് ഓഫ് ദ സ്റ്റേറ്റ്സ്. നിങ്ങൾക്ക് ബ്രാൻഡിങ് പണ്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ലോർഡ് ഓഫ് ദ സ്റ്റേറ്റ്സ്. എക്കാലത്തെയും ഒരു യമഹയുടെ ഒരു ഹിറ്റ് മോഡലായിരുന്നു നമ്മുടെ യമഹ FZ. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദ ന്യൂ FZS ഫ്യൂവൽ ഇഞ്ചക്ഷൻ വേർഷൻ 4.0 ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. കുറച്ച് അപ്ഡേഷൻസും മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ വേർഷൻ 4.0-ൽ. സോ നമുക്ക് എന്തായാലും നമ്മുടെ ന്യൂ FZS ഡീറ്റെയിലായി പരിചയപ്പെടാം. നമുക്ക് FZSന് DLX പറഞ്ഞ വേരിയന്റ് ഉണ്ട്, അതായത് ഏറ്റവും ഫുൾ ലോഡ്. അതിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഏകദേശം നമ്മൾ അലോയ് വീൽസിനൊക്കെ ഒരു കളർ വരുന്നുണ്ട്. നമ്മൾ ഈ വേർഷനിൽ നമ്മൾ അലോയ് വീൽസ് നോർമലി ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേതിന് അലോയ് വീൽസ് പല ഷെയ്ഡ്സിലും അലോയ് വീലിൽ കളർ ഡ്യുവൽ ടോൺ പാറ്റേൺ ആണ് വണ്ടി എൻറ്റയർലി കൊടുത്തിട്ടുള്ളത്. അത് FZS FI DLX പറഞ്ഞ വേരിയൻസിലാണ്. ഏകദേശം ഒരു 6ഓളം കളർ കോമ്പിനേഷൻസ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഓൺലി 2 കളേഴ്സാണ് അവൈലബിൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡാർക്ക് മാറ്റ് ബ്ലൂവും അതുപോലെ തന്നെ മാറ്റ് ബ്ലൂ ആണ് നമുക്ക് കളർ വേരിയൻസ് അവൈലബിൾ ഉള്ളത്. പക്ഷേ ഈ 2 വേരിയൻസിലും നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. നമുക്ക് യമഹ കണക്ട് ആപ്പ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്ന ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വെച്ചിട്ട് നമുക്ക് ആ ആപ്പ് സൗകര്യം ഈ 2 വേരിയൻസിലും അവൈലബിൾ ആണ്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രണ്ട് ഫേസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ലുക്കാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ന്യൂ ക്ലാസ് D ഹെഡ്ലൈറ്റ് വിത്ത് പൊസിഷൻ ലാംപ്സ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് DRLs കാരണം എല്ലാം ഫുള്ളി LED ലൈറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നോക്കുമ്പോൾ തന്നെ LED ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ ഒരു വൈസർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ യമഹയുടെ ബാഡ്ജിങ് എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സ്കൂപ്പിംഗ് നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ 2 സ്കൂപ്പിംഗ് ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. അതിൽ ഒരു ക്രോമിയം ഒരു മെറ്റീരിയലാണ്, ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. 2 വെൻസും കാണാൻ എല്ലാം വന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് വെഹിക്കിളിന്റെ സസ്പെൻഷനിലേക്ക് നോക്കുമ്പോൾ തന്നെ ടെലസ്കോപ്പിക് ഫോർക്ക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ ബ്രേക്കിംഗ് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്. 282 mm ആണ് ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുള്ളത്. ഒരു സിംഗിൾ ചാനൽ ABS ആണ് വന്നിട്ടുള്ളത്. ടയർ സൈസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ 100/80 17 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. നമുക്ക് സൈഡ് വശമൊക്കെ നോക്കുമ്പോൾ തന്നെ ടാങ്ക് ഒക്കെ ഭയങ്കര ഹ്യൂജായി നല്ല സൈസുള്ള ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു FI എഞ്ചിനാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത് 13 ലിറ്ററാണ് ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ FZS നല്ല ബാഡ്ജിങ് നല്ല 3D ആയി കൊടുത്തിട്ടുണ്ട്. അത് യമഹയുടെ ബാഡ്ജിങ് എല്ലാം വന്നിട്ടുണ്ട്. അതിനിടയിൽ തന്നെ വേർഷൻ 4.0 ഗ്രാഫിക്സ് എല്ലാം നെയിമിംഗ് കൊടുത്തിട്ടുണ്ട്. ടാങ്കിൻ്റെ സൈഡ്സിന് 2 സൈഡിൽ ചെറിയ സ്കൂപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടിയും അത് വണ്ടിക്ക് ഒരു സൈസ് തോന്നിപ്പിക്കാൻ കുറച്ചും കൂടി ഒരു ഭംഗി കൂട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് എഞ്ചിൻ്റെ ലോവറിലൊക്കെ നോക്കുമ്പോൾ തന്നെ എഞ്ചിൻ പ്രൊട്ടക്ഷൻ കാർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി എഞ്ചിൻ ഒക്കെ നോക്കുമ്പോൾ തന്നെ ഒരു എയർ കൂൾ 4 സ്ട്രോക്ക് SOHC 2 വാൾവ് എഞ്ചിനാണ് വന്നിട്ടുള്ളത്. ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിട്ടുള്ളത് 149 cc ആണ്. നമ്മുടെ വെഹിക്കിൾ തരുന്ന മാക്സിമം പവർ 12.4 bhp ആണ്. അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് വന്നിട്ടുള്ളത് 13.3 Nm ടോർക്കാണ്. പിന്നെ ഇതിൽ കിക്ക് സ്റ്റാർട്ട് ഒന്നുമില്ല, ഇലക്ട്രിക് സ്റ്റാർട്ട് ഓപ്ഷൻസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. പിന്നെ അതുപോലെ നമുക്ക് വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് ഒക്കെ നോക്കുമ്പോൾ തന്നെ 790 mm ആണ് സീറ്റ് ഹൈറ്റ് വന്നിട്ടുള്ളത്. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുമ്പോൾ 165 mm, വീൽ ബേസ് നോക്കുമ്പോൾ 1330 mm ആണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് കേർബ് വെയിറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് FZS 4.0 DLXൻ്റെയും ഒക്കെ വെയിറ്റ് സെയിം ആണ്, 135 kg ആണ് വന്നിട്ടുള്ളത്. നമുക്ക് വേർഷൻ 3 കമ്പയർ ചെയ്യുമ്പോൾ നോർമൽ FZ കമ്പയർ ചെയ്യുമ്പോൾ 134 kg ആണ്. പക്ഷേ നമ്മുടെ FZS വേർഷൻ 4ഉം അതുപോലെ തന്നെ DLX വേരിയൻ്റ് നോക്കുമ്പോൾ തന്നെ 135 kg ആണ് കേർബ് വെയിറ്റ് വരുന്നത്. ഏകദേശം 1 kg ആണ് എക്സ്ട്രാ കൂടി വന്നിട്ടുള്ളത്. നമുക്ക് സീറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ തന്നെ നല്ല കംഫർട്ടായ സീറ്റ് കേട്ടോ. ഭയങ്കര സിംഗിൾ സീറ്റാണ് വന്നിരിക്കുന്നത്, പക്ഷേ ഭയങ്കര നല്ല കംഫർട്ട് ലെവലുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ട്രാൻസ്മിഷൻ ടൈപ്പ് നോക്കുമ്പോൾ തന്നെ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഹെഡ്ലൈറ്റ്സും ടെയിൽ ലൈറ്റ്സും നോക്കുമ്പോൾ ടെയിൽ ലൈറ്റ്സും എല്ലാം LED കൊടുത്തിരിക്കുന്നത്. ഏകദേശം നമ്മൾ MT-15 പോലത്തെ രീതിയിലുള്ള ടെയിൽ ലാംപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. LED ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വരുന്നുണ്ട്. നല്ല അടിപൊളി ഗ്രാബ് റെയിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് റിയർ സസ്പെൻഷൻ ഒക്കെ നോക്കുമ്പോൾ തന്നെ ഒരു 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോ സസ്പെൻഷൻ വന്നിട്ടുള്ളത്. കുറച്ചും കൂടി മോണോ ഷോക്ക് സസ്പെൻഷൻ കുറച്ചും നമുക്ക് അറിയാം, എസ്പെഷ്യലി ഇപ്പോൾ എല്ലാ ബൈക്സിനും അധികം മോണോ ഷോക്ക് വന്നതിന് കുറച്ചും കൂടിയും നമുക്ക് മറ്റേ സസ്പെൻഷൻ അപേക്ഷിച്ച് കുറച്ചും കൂടി കംഫർട്ടും എല്ലാം കിട്ടുന്ന സസ്പെൻഷനാണ്. അതുപോലെ തന്നെ റിയർ ബ്രേക്കിംഗ് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുള്ളത് 220 mm ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുള്ള പക്ഷേ വണ്ടി സിംഗിൾ ചാനൽ ABS ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ റിയർ ടയർ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ തന്നെ 140/60 17 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് ബാക്ക് സെക്ഷനിലും വന്നിട്ടുള്ളത്. നമുക്ക് ഇഗ്നീഷനൊക്കെ വരുന്ന ടാങ്കിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഇഗ്നീഷനൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് നമുക്ക് ഹാൻഡിൽ ബാറൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള ഹാൻഡിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് എഞ്ചിൻ സ്വിച്ച് ബാക്കി നോൺ സ്വിച്ച് കാരണം എല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് അതുപോലെ ത്രോട്ടിൽ കേബിളൊക്കെ നോക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പൊതുവെ പണ്ട് നമുക്ക് ഈ മഡ് റേസിനൊക്കെ പോകുന്ന
വണ്ടിയിൽ നമ്മൾ ത്രോട്ടിൽ ബോഡി ചെയ്യില്ല, അതേപോലത്തെ ഒരു ത്രോട്ടിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒക്കെ നോക്കുമ്പോൾ തന്നെ ഫുള്ളി LCD മീറ്റർ കൺസോൾ വന്നിട്ടുള്ളത്, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് ഫുള്ളി കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡ് എഞ്ചിൻ കട്ട് ഓഫ് ഓപ്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓഡോമീറ്റേഴ്സ്, ട്രിപ്പ് മീറ്റേഴ്സ്, മൈലേജ് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. പിന്നെ നമുക്ക് യമഹ കണക്ട് ആപ്പ് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം നമുക്ക് FZS ഡീലക്സിലും ഈ വേർഷൻ 4 മാത്രമേ അവൈലബിൾ ഉള്ളൂ. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് മീറ്റർ കൺസോളിൽ ബാക്കി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെയാണ് വണ്ടിയിൽ ഓവറോൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം എല്ലാം ഇൻഡിക്കേഷൻസ് കാര്യങ്ങളെല്ലാം മീറ്ററിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടോ വിചാരിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ഇറ്റ്സ് മീ ഇന്ദ്രി സൈനിങ് ഓഫ്. ബൈ.